നമസ്കാരം. ദേവന്മാരുടെ ദേവനാണ് സാക്ഷാൽ പരമശിവൻ. പരമശിവന് ഏറ്റവും വിശേഷപ്പെട്ട ഒരു മാസമാണ് ശ്രാവണമാസം. ശ്രാവണമാസം ആരംഭിച്ചിരിക്കുകയാണ്. അതിനാൽ തന്നെ ശിവാരാധനയ്ക്ക് ഏറ്റവും ഉചിതമായ ഉത്തമമായ മാസമായാണ് ശ്രാവണമാസത്തെ പുരാണങ്ങൾ പോലും പരാമർശിച്ചിട്ടുള്ളത്. അതിനാൽ തന്നെ ഈ സമയം പരമശിവനെ നിങ്ങൾ ആരാധിക്കുകയാണ് എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യം കൊണ്ടുവരും എന്നും ആഗ്രഹിക്കുന്നതെല്ലാം തന്നെ സ്വന്തമാക്കുവാൻ സാധിക്കുന്നു എന്നാണ് പറയുക. പരമശിവന്റെ കടാക്ഷത്താൽ ജീവിതത്തിൽ സമൃദ്ധിയും ഐശ്വര്യവും നിറയ്ക്കുവാൻ സഹായകരമായ ദിവസങ്ങൾ കൂടിയാണ് ശ്രാവണം. ഇതേക്കുറിച്ച് വിശദമായ വീഡിയോ, അതായത് എന്തെല്ലാം കാര്യങ്ങൾ ഈ മാസം ചെയ്യണം, ഇതേക്കുറിച്ച് വിശദമായ വീഡിയോ ക്ഷേത്രപുരാണത്തിൽ ലഭ്യമാണ്. ആ വീഡിയോ കൂടി കാണുവാൻ ശ്രദ്ധിക്കുക. ആഷാഢ മാസത്തിന് ശേഷം വന്നെത്തുന്ന ശ്രാവണ മാസത്തിന് സനാതനധർമ്മത്തിൽ അത്രമേൽ പ്രാധാന്യം നൽകുന്നു. ഈ മാസവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ചില നക്ഷത്രക്കാർക്ക് പരമശിവന്റെ കടാക്ഷത്താൽ പെട്ടെന്ന് തന്നെ ജീവിതത്തിൽ ഉയർച്ചകൾ വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെ പറയാം. ഈ 29 ദിവസങ്ങൾ ഇവരുടെ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ പരമശിവന്റെ കടാക്ഷത്താൽ വന്നു ചേരും. ആ ഭാഗ്യരാശികൾ ഏതെല്ലാമാണ് എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഏവരും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ഓം നമഃശിവായ എന്ന് രേഖപ്പെടുത്തുക. ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ ദേവീ പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് മേടം രാശിയാണ്. മേടം രാശിയിൽ ജനിച്ചവരാണ് എങ്കിൽ ശ്രാവണ മാസം നിങ്ങൾക്ക് ഏറ്റവും ശുഭകരമായാണ് പരാമർശിക്കുന്നത്. കാരണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുകൂലമായ കാര്യങ്ങൾ സാക്ഷാൽ പരമശിവന്റെ കടാക്ഷത്താൽ വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെ പറയാം. പലവിധ ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ. അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരാം. കുടുംബത്തോടൊപ്പം അല്പമെങ്കിലും സമയം ചെലവഴിക്കുവാനുള്ള സാധ്യത കൂടുതൽ തന്നെയാകുന്നു. വളരെ കാലമായി പൂർത്തീകരിക്കുവാൻ സാധിക്കാത്തതായ പല കാര്യങ്ങളും ഈ സമയം പൂർത്തീകരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. കുടുംബത്തിലുണ്ടായിരുന്നതായ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ, അഭിപ്രായ ഭിന്നതകൾ ഇവ നേരിടുന്നവർ തന്നെയാണ് ഇവർ. അല്ലെങ്കിൽ ചില പ്രശ്നങ്ങളുണ്ട്, ഐക്യവുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളുണ്ട്. അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കുന്നതായ ചില സമയം, സാമ്പത്തികമായി നേരിട്ടുകൊണ്ടിരിക്കുന്ന ചില പ്രശ്നങ്ങൾക്ക് അറുതി വന്നു ചേരുന്ന സമയം, അത്തരത്തിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. സാമ്പത്തിക സ്ഥിതി ശക്തമാകുന്ന അല്ലെങ്കിൽ അനുകൂലമാകുന്ന സമയമാണ് ഇത്. നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട് ചില ആലോചനകൾ വന്നു ചേർന്നു എന്ന് വരാം. ഉദ്യോഗസ്ഥർക്ക് ഈ സമയം അനുകൂലമായ ഫലങ്ങൾ ജോലിയിൽ നിന്നും ലഭിക്കാം. ജോലി ലഭിക്കാനുള്ള സാധ്യതകളും ഈ സമയം അല്പം കൂടുതലാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം പരമശിവനെ നിങ്ങൾ ആരാധിക്കുക. ശിവാരാധന നടത്തി മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും ശുഭകരം. പരമശിവനെ നിത്യവും ആരാധിക്കുകയും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ശിവമന്ത്രങ്ങൾ, പ്രത്യേകിച്ചും പഞ്ചാക്ഷരി മന്ത്രം 108 തവണ നിത്യവും ജപിക്കുന്നതും ഏറ്റവും വിശേഷമാണ്. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് ചിങ്ങം രാശിയാകുന്നു. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശ്രാവണ മാസം ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതായ സമയമാകുന്നു. അതിനാൽ തന്നെ ഈ സമയം നിങ്ങൾക്ക് സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വന്നു എന്ന് വരാം. കൂടാതെ ഈ സമയം വേതനങ്ങൾ, ആനുകൂല്യങ്ങൾ ജീവിതത്തിൽ ലഭിക്കുന്നതായ സമയമാണ്. പുതിയ ജോലി അന്വേഷിക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ചും ശിവകടാക്ഷത്താൽ തന്നെ പുതിയ അവസരങ്ങൾ ജോലിയുമായി ബന്ധപ്പെട്ട് വന്നു ചേർന്നു എന്ന് വരാം. ഉദ്യോഗ കയറ്റത്തിനും ശമ്പള വർധനയ്ക്കും സാധ്യത കൂടുതലുള്ള സമയമാകുന്നു. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. ബിസിനസ് ചെയ്യുന്നവർക്ക് വളർച്ച, നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്ന സമയമാകുന്നു. ലാഭം വരാനുള്ള എല്ലാ സാധ്യതകളും ജീവിതത്തിലുണ്ട്. കൂടാതെ ഈ സമയം പുതിയ വീട്, വാഹനം തുടങ്ങിയ കാര്യങ്ങൾ വാങ്ങുന്നതിനെ കുറിച്ച് ചർച്ചകൾ ചെയ്യുകയോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ സ്വന്തമാക്കുവാനോ സാധിച്ചു എന്ന് വരാം. പ്രണയികൾക്കും അനുകൂലം തന്നെയാകുന്നു. പല രീതിയിലുള്ള ആഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ടാകാം. അതിൽ ചില ആഗ്രഹങ്ങളെങ്കിലും നടക്കുവാനുള്ള സാധ്യതകളുണ്ട്. പല വിധത്തിലുള്ള വിഷമങ്ങൾ മനസ്സിലുണ്ട്. പ്രത്യേകിച്ചും സാമ്പത്തികപരമായ ചില പ്രയാസങ്ങൾ, അതല്ല മക്കളുമായി ബന്ധപ്പെട്ട ചില ടെൻഷനുകൾ ഉണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ചില പോംവഴികൾ ഭഗവാന്റെ കടാക്ഷത്താൽ ജീവിതത്തിലേക്ക് കടന്നു വന്നു എന്ന് വരാം.
അതിനാൽ തന്നെ ഈ സമയം പരമശിവനെ നിങ്ങൾ ആരാധിക്കുക. ഈ സമയം ആരാധിക്കുന്നതിലൂടെ ഇരട്ടിയായി തന്നെ കടാക്ഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. നിത്യവും വിളക്ക് തെളിയിച്ച് പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. ഒരു വെള്ള പുഷ്പമെങ്കിലും ഭഗവാന് സമർപ്പിക്കുക. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുമ്പോൾ ധാരയും പിൻവിളക്കും നടത്തി പ്രാർത്ഥിക്കുന്നതും സർവ്വ ഐശ്വര്യപ്രദം തന്നെയാകുന്നു. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ശ്രാവണമാസം മുന്നോട്ട് പോവുക. സർവ്വ ഐശ്വര്യങ്ങളും ഉയർച്ചയും ഭഗവാൻ നൽകി അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതായ സമയം എന്ന് തന്നെ പറയാം. ശ്രാവണമാസം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. മഹാദേവന്റെ അനുഗ്രഹം നിങ്ങൾക്കുള്ളതിനാൽ തന്നെ ഇവരുടെ ജീവിതത്തിൽ ഉടനീളം പല കാര്യങ്ങളിലും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. എല്ലാ കാര്യങ്ങളിലും വിജയങ്ങൾ നേടുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിതത്തിലേക്ക് കടന്ന് വന്നിരിക്കുന്ന തടസ്സങ്ങൾ അത് ഒഴിവാക്കി ജോലികൾ പൂർത്തീകരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. സന്താനങ്ങളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ കുടുംബത്തിൽ നിലനിന്നിരുന്നതായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒഴിഞ്ഞു പോകുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ വന്നു ചേർന്നിരിക്കുന്നതായ വിഷമങ്ങൾ ഒഴിഞ്ഞു പോകുന്നതായ സമയമാകുന്നു. കൂടാതെ ഈ സമയം ഇവർക്ക് സ്വീകാര്യത, ബഹുമാനം വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. ആത്മീയപരമായ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിപ്പിക്കുന്നതാകുന്നു. കുടുംബത്തോടൊപ്പമോ സുഹൃത്തുക്കൾക്കൊപ്പമോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ജീവിതത്തിൽ ഭൗതികമായ സന്തോഷകരമായ നിമിഷങ്ങൾ നിറഞ്ഞതായിരിക്കും. അതായത് ജീവിതത്തിലേക്ക് പല രീതിയിലുള്ള കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കാം. പല കാര്യങ്ങളും നിങ്ങൾക്ക് തൃപ്തികരമായി തീരും. പ്രതീക്ഷിക്കാതെ തന്നെ ചില സന്തോഷകരമായ നിമിഷങ്ങൾ, ആഗ്രഹ സാഫല്യങ്ങൾ വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. എന്നാൽ ഈ സമയം ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോകണം. പ്രത്യേകിച്ചും സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ തീർച്ചയായും ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോവുക. ഈ സമയം പരമശിവനെ നിത്യവും നിങ്ങൾ ആരാധിക്കണം. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ധാരയും പിൻവിളക്കും നടത്തി പ്രാർത്ഥിക്കുക. പരമശിവന് നിത്യവും വെളുത്ത പുഷ്പങ്ങൾ സമർപ്പിക്കുന്നത് ശുഭകരമാണ്. പ്രത്യേകിച്ചും തിങ്കളാഴ്ച ദിവസം ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. സർവ്വ ഐശ്വര്യങ്ങളും ഉയർച്ചയും ഭഗവാൻ നിങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ഈ സമയം പരമശിവനെ ആരാധിക്കുന്നതിനോടൊപ്പം കുടുംബദേവതയെയും നിങ്ങൾ ആരാധിക്കുക. കുടുംബദേവതയുടെ കടാക്ഷത്താൽ കൂടി ഈ ഫലങ്ങൾ വളരെ വേഗം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. തടസ്സങ്ങൾ കൂടാതെ വന്നു ചേരും. അതിനാൽ പരമശിവനെ ആരാധിക്കുന്നതിനോടൊപ്പം കുടുംബദേവതയെ ആരാധിക്കുക. കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക.